ഇന്ത്യ മുന്നണിയിലെ 19 MP-മാർ പുറത്ത്. ഇതിൽ 18 കോൺഗ്രസുകാരാണ്. കൃത്യമായ പരിഗണന പാർലമെന്റിനകത്ത് ലഭിക്കാതെ ആയപ്പോഴാണ് അവർ പുറത്തേക്ക് പോകുന്നത്. ഇത്തരത്തിലൊരു നീക്കം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ രാജ്യം മുഴുവനും പറയുന്നത്. എന്നാൽ BJP-യുടെ കൈകളിൽ ഭരണം എന്ന് ലഭിച്ചുവോ അന്നു മുതൽ പ്രധാനമന്ത്രിയായി മോദിയെ വാഴ്ത്തപ്പെട്ടുവോ അപ്പോൾ തുടങ്ങിയതാണ് സകലത്തിനെയും തട്ടിത്തെറിപ്പിച്ച് കാറ്റിൽ പറത്തിയുമൊക്കെയാണ് ഈ രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫെഡറൽ സംവിധാനത്തിന് യാതൊരു പരിഗണനയും നൽകാതെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. ഇവിടെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷവും കേരളത്തിന് ഒന്നുമില്ല എന്നറിഞ്ഞതോടെ പ്രിയങ്ക അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ 19 MP-മാർ നേരിട്ട് നിർമ്മലയുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ്. ഇതിനു മുൻപ് പ്രിയങ്ക പാർലമെന്റിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ നിർമ്മലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തന്റെ ജനതയ്ക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ എന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് ദുരന്തത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ നിർമ്മല മുഖവിലക്കെടുത്തത്. അതിന് തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് മുന്നിലും കസേര വലിച്ചിട്ട് പ്രിയങ്ക ഇരുപ്പുറപ്പിച്ചതാണ്. അപ്പോഴും ഈ 18 MP-മാർ കൂടെ ഉണ്ടായിരുന്നു ഈ പ്രിയങ്കയോടൊപ്പം തന്നെ. അവിടെ കൃത്യമായി പ്രിയങ്ക പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരം സന്ദർഭങ്ങളിൽ ആഭ്യന്തരമന്ത്രി പെരുമാറണമെന്നായിരുന്നു. തൊട്ടു പിന്നാലെയാണ് വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു 2000 കോടി വയനാടിനായിട്ട് അതിനെ പുനർനിർമ്മിക്കാനായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വട്ടപൂജ്യമാക്കി കേരളത്തെ മാറ്റുകയാണ് ഉണ്ടായത്. മോദിയുടെ 3ാം ഊഴത്തിലെ ആദ്യ ബജറ്റിലും കേരളത്തിന് ഒന്നും നൽകിയില്ല. അന്നും ബീഹാറിന് വാരിക്കോരി കൊടുത്തു. കൂട്ടത്തിൽ ഭരണം പിടിച്ചു നിർത്താൻ പാകത്തിന് നായിഡുവിനെ സന്തോഷിക്കാൻ ആന്ധ്രയ്ക്കും കൊടുത്തു. അന്ന് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് അടുത്ത ബജറ്റിൽ എന്ന്. ആ ബജറ്റാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിനിടയിൽ ഒരു വലിയ ദുരന്തം നമ്മളെ കവർന്നെടുത്തു. എന്നിട്ട് പോലും മോദി സർക്കാർ അവിടെ ഒന്ന് വന്നിട്ട് അറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയല്ലാതെ ബജറ്റിൽ എന്തെങ്കിലും ഒരു രൂപ ഇല്ല കേരളത്തിന്. അതുകൊണ്ട് ഇനി പ്രിയങ്ക ചില കടുത്ത തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കേരളത്തിലെ മുഴുവൻ MP-മാരെയും ഒപ്പം കൂട്ടുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിന് വാരിക്കോരി നൽകിയ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രതീക്ഷയോടാണ് കേരളം ഇന്നലെ ബജറ്റിന് നോക്കിക്കണ്ടത് എങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലം. ഉരുൾപൊട്ടലിൽ തകർന്നു വീണ വയനാട് പോലും കേന്ദ്രത്തിന്റെ കണ്ണിൽപ്പെട്ടില്ല. വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേക പാക്കേജുകൾ വേണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെ 14 എണ്ണമാണ് വെച്ചത്. എന്നാൽ പ്രത്യേക പാക്കേജുകൾ ഒന്നും സംസ്ഥാനത്തിനായി അനുവദിച്ചില്ല. വയനാടിന്റെ പുനരധിവാസത്തിന് 2000 കോടിയുടെ പാക്കേജും വിഴിഞ്ഞത്തിന് 5000 കോടിയും വേണമെന്നായിരുന്നു പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആവശ്യം.